Hello friends, എല്ലാവർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഗുഡ്സൺ കട്ടപ്പന. ഇന്ന് നമ്മൾ കാർ ഡ്രൈവിംഗിൽ പഠിക്കാനായിട്ട് പോകുന്നത് ഡ്രൈവിംഗ് പഠിച്ചു തുടങ്ങുമ്പോൾ നമ്മൾ ക്ലച്ച് യൂസ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് തെറ്റുകൾ വരുത്താറുണ്ട്. ഒപ്പം തന്നെ പല ആൾക്കാർക്ക് എന്താണ് ഹാഫ് ക്ലച്ച് എന്ന് കൃത്യമായിട്ടുള്ള ഒരു ധാരണയില്ല. ക്ലച്ചിൻ്റെ പകുതിയാണോ ഹാഫ് ക്ലച്ച് എന്നുള്ള ചിന്ത ഉള്ളവരുണ്ട്. അതുപോലെ തന്നെ എന്താണ് ഫുൾ ക്ലച്ച്, ക്ലച്ച് റിലീസിങ് എന്ന് പറയുന്നത് എന്താണ്. ഒപ്പം തന്നെ ക്ലച്ച് യൂസ് ചെയ്യുന്ന സമയത്ത് ബിഗിനേഴ്സൊക്കെ ഒരുപാട് മിസ്റ്റേക്കുകൾ വരുത്താറുണ്ട്. ഈ മിസ്റ്റേക്കുകളൊക്കെ നമ്മൾ ഡ്രൈവിംഗിൽ ഒഴിവാക്കേണ്ടതാണ്. ഇല്ലെങ്കിൽ നമ്മളുടെ ക്ലച്ചിന് വളരെ വേഗത്തിൽ കംപ്ലൈൻറ്റ് ഉണ്ടാകും. വണ്ടി ഓടിച്ചു പോകുന്നതിനിടയിൽ നമ്മൾ ക്ലച്ച് യൂസ് ചെയ്യുമ്പോൾ അപകടങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ ക്ലച്ചുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ വണ്ടി ഓടിച്ച് കാണിച്ചു തരാം. ഇത് നിങ്ങൾക്ക് ഡ്രൈവിംഗിൽ തീർച്ചയായിട്ടും ഗുണം ചെയ്യും. എന്തായാലും നിങ്ങൾ വീഡിയോ ഒന്ന് പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. അതോടൊപ്പം തന്നെ ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരുടെ ഇടയിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് നൽകുക. എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പ്രവേശിക്കാം. ഇനി നിങ്ങൾക്ക് കുറച്ചധികം കാര്യങ്ങൾ ഞാനൊന്ന് പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ കുറേ കൂടി ഈസി ആയിട്ട് ക്ലച്ച് കൺട്രോൾ ചെയ്യാനായിട്ട് ഇത് ഉപകാരപ്പെടും. അതായത് ഇപ്പോൾ ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുത്ത് വണ്ടി എടുക്കുകയാണ്. നിങ്ങൾ നോക്കുക, ക്ലച്ച് പൂർണ്ണമായിട്ട് ഞാൻ ചവിട്ടി പിടിച്ചു, കൃത്യമായിട്ട് ഞാനിത് ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു, വണ്ടി എടുക്കുന്നു. ഓക്കെ, ഇപ്പോൾ ഞാൻ ഇവിടെ എടുക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക, ക്ലച്ചിൽ നിന്ന് പതുക്കെ കാലയച്ചിട്ട് ഞാനിത് ഹാഫ് ക്ലച്ച് കണ്ടുപിടിക്കുകയാണ്. ഇത് ഹാഫ് ക്ലച്ച് കണ്ടുപിടിച്ചു. അപ്പോൾ പല ആൾക്കാർക്കുള്ളൊരു സംശയമാണ്, ക്ലച്ചിൽ നിന്ന് ഇപ്പം ഞാനിങ്ങനെ കാലയച്ചു, ഏകദേശം ക്ലച്ചിൻ്റെ പകുതി ആയപ്പോഴത്തേന് വണ്ടി മൂവ് ആകുന്ന പൊസിഷൻ വന്നു. ഇതാണോ ഹാഫ് ക്ലച്ച്? ക്ലച്ചിൻ്റെ പകുതിയാണോ ഹാഫ് ക്ലച്ച്? ഒരിക്കലുമല്ല. ഹാഫ് ക്ലച്ച് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇത്തരത്തിൽ വാഹനം സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് എടുക്കുന്ന സമയത്ത് ക്ലച്ചിൽ നിന്ന് നമ്മൾ ഇങ്ങനെ പതിയെ പതിയെ കാലയക്കുമ്പോൾ വണ്ടി മൂവ് ആകാൻ തുടങ്ങുന്ന ആ ഒരു പൊസിഷനെയാണ് നമ്മൾ ഈ ഹാഫ് ക്ലച്ച് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചില വണ്ടിയൊക്കെ നമ്മൾ കുറേ അധികം കാലം യൂസ് ചെയ്യുമ്പോൾ ഈ ക്ലച്ചിൻ്റെ ഈ പൊസിഷൻ മാറും. ചിലപ്പോൾ ക്ലച്ച് നയിക്കുമ്പോൾ തന്നെ വണ്ടി മൂവ് ആകും. അതായിരിക്കും ആ വണ്ടിയുടെ ഹാഫ് ക്ലച്ച് എന്ന് പറയുന്നത്. ചില വണ്ടിയിൽ നമ്മൾ ഏകദേശം ഒരു പകുതി അയച്ചിട്ട് വീണ്ടും കുറച്ചും കൂടെ അയക്കുമ്പോഴായിരിക്കും വണ്ടി മൂവ് ആകുന്നത്. അതായിരിക്കും ആ ഒരു വാഹനത്തിന് ഹാഫ് ക്ലച്ച് എന്ന് പറയുന്നത്. അപ്പം ഓരോ വാഹനത്തിൻ്റെയും ക്ലച്ചിന് വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ വണ്ടി ഒന്ന് മാറി ഓടിക്കുന്ന സമയത്ത് ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. അപ്പോൾ അതാണ് ഹാഫ് ക്ലച്ച് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയെന്ന് കരുതുന്നു. ഇപ്പം ഞാനപ്പോൾ ക്ലച്ചിൽ നിന്ന് കാലയക്കുന്നു, വണ്ടി മൂവ് ആകുന്ന ഒരു പൊസിഷൻ വന്നു, ഹാഫ് ക്ലച്ച് വന്നു. ഇനി എന്ത് ചെയ്യുന്നു? ലൈറ്റായിട്ട് അത് ആക്സിലറേഷൻ മുന്നോട്ട് കൊടുത്തിട്ട് വണ്ടി പതുക്കെ എടുക്കുകയാണ്. ലൈറ്റായിട്ട് ആക്സിലറേഷൻ കൊടുത്ത് വാഹനം മുന്നോട്ട് എടുക്കുന്നു. ഇപ്പം വണ്ടി മുന്നോട്ട് എടുത്തു. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മളിനി ഓരോ ഗിയർ ഇടുമ്പോൾ നിങ്ങൾ ഈ തെറ്റുകൾ പരമാവധി ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഡ്രൈവിംഗ് പഠിക്കുന്നവർ ഓരോ ഗിയർ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഫുൾ ക്ലച്ച് ചവിട്ടാറില്ല, ജസ്റ്റ് ഒന്ന് ക്ലച്ച് ചവിട്ടി കൊടുക്കും. അങ്ങനെയല്ല ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചത്, ഇപ്പോൾ ഫസ്റ്റിൽ നിന്ന് ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കുന്നു, ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടി പിടിച്ചിട്ട് സെക്കൻഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അതിനുശേഷം ക്വിക്കായിട്ട് ക്ലച്ചിൽ നിന്ന് കാലെടുത്തു, വീണ്ടും ആക്സിലറേഷൻ കൊടുത്ത് വാഹനം ഇങ്ങനെ പോവുകയാണ്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഓരോ ഗിയർ ഷിഫ്റ്റിങ്ങിലും നിങ്ങൾ ക്ലച്ച് ചവിട്ടേണ്ടത് എപ്പോഴും പൂർണ്ണമായിട്ടും ചവിട്ടി കൊടുക്കുക. ഒരു കാരണവശാലും ഒരു 3/4% അല്ലെങ്കിൽ ഒരു കാലോ അരയോ ഒന്നും ചവിട്ടരുത്, ഫുൾ ചവിട്ടി കൊടുക്കുക. ഇല്ലെങ്കിൽ നിങ്ങളുടെ വാഹനത്തിൻ്റെ ഗിയർ ബോക്സിന് കംപ്ലൈൻറ്റ് വരും. നമ്മൾ ഓരോ ഗിയർ ഇടുന്ന സമയത്തും എഞ്ചിനെയും ഗിയർ ബോക്സിനെയും ഒന്ന് സെപ്പറേറ്റ് ആക്കി കൊടുക്കേണ്ടത് ആവശ്യമാണ്. അത് ഭയങ്കര രീതിയിൽ സെപ്പറേഷൻ നടക്കുന്ന ഒരു സംവിധാനമൊന്നുമല്ല, ചെറിയൊരു പ്രോസസ്സാണ്. അതായത് എഞ്ചിനിൽ നിന്ന് വരുന്ന ആ ഒരു പവർ ഫ്ലോ ഗിയർ ബോക്സ് വഴി വീലുകളിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. അപ്പം അത് നമുക്ക് എഞ്ചിനിൽ നിന്ന് വരുന്ന പവർ ഫ്ലോ വ്യത്യസ്ത ഗിയറുകളിലേക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് ഇടയ്ക്ക് നമ്മൾ ക്ലച്ച് ചവിട്ടിയിട്ട് ഗിയർ ഇട്ട് കഴിഞ്ഞാൽ നമുക്കത് സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഗിയർ ഷിഫ്റ്റിങ്ങിനും ഗിയർ ബോക്സിന് കംപ്ലൈൻറ്റ് വരാതിരിക്കാനായിട്ട് നമുക്ക് ആ കാര്യം ചെയ്യാൻ കഴിയുന്നതാണ്. ഇപ്പോൾ സെക്കൻഡിൽ പോകുന്നു. ഓക്കെ, ഇനി വീണ്ടും നമുക്ക് അടുത്തൊരു ഗിയർ ഇടണമെന്നുണ്ടെങ്കിൽ ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കുക, ക്ലച്ച് ചവിട്ടി പിടിക്കുക, അത് തേർഡിലേക്ക് ഇടുന്നു, അതിനുശേഷം ക്ലച്ചിൽ നിന്ന് കാലയക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അതൊരു ഐഡിയ കിട്ടിയല്ലോ. ഇനി നിങ്ങൾ ക്ലച്ച് റിലീസ് ചെയ്യുമ്പോൾ, ഓരോ ഗിയറിൽ നിന്ന് ക്ലച്ച് റിലീസ് ചെയ്യുമ്പോൾ ചെയ്യുന്ന ചില മിസ്റ്റേക്കുകളുണ്ട്. ചില ആൾക്കാർ എന്ത് ചെയ്യും, ഓരോ ഗിയർ ഇട്ടിട്ട് ക്ലച്ചിൽ നിന്ന് പെട്ടെന്ന് കാലെടുക്കും. അത് ചെയ്യരുത്. എന്നാൽ ചില ആൾക്കാർ എന്ത് ചെയ്യും, ഓരോ ഗിയർ ഇട്ടിട്ട് ക്ലച്ചിൽ നിന്ന് ഫസ്റ്റ് ഗിയറിൽ എടുക്കുന്ന പോലെ സാവധാനത്തിൽ പതുക്കെ അയച്ചെടുക്കും. ആ ഒരു സമയത്ത് ഇവിടെ ഇങ്ങനെ ആക്സിലറേഷൻ കൊടുക്കും. അപ്പോൾ എന്ത് ചെയ്യും, ആക്സിലറേഷൻ്റെ സൗണ്ട് കൂടുതലായിട്ട് നിൽക്കും, വണ്ടി മൂവ് ആകാനായിട്ടുള്ള ബുദ്ധിമുട്ടും കാണിക്കും. അപ്പം നിങ്ങൾ ക്ലച്ചിൽ നിന്ന് അടുത്ത ഓരോ ഗിയർ ഇട്ടിട്ട് ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്യേണ്ടത് ഇത്രേ ഉള്ളൂ. ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കുക, ക്ലച്ച് ചവിട്ടുക, എന്നിട്ട് ഫോർത്ത് ഇടുക. ഒരു 1, 2, 3 സെക്കൻഡുകൾക്കുള്ളിൽ ഇതുപോലെ പതുക്കെ കാലയക്കുക. ഇത് നിങ്ങൾ നോക്കുക, ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു, ഒരു 2-3 സെക്കൻഡുകൾക്കുള്ളിലാണ് ഞാൻ ക്ലച്ചിൽ നിന്ന് കാലയിക്കുന്നത്. അല്ലാതെ ഇങ്ങനെ ചവിട്ടി പിടിക്കുന്നു, ഇങ്ങനെ എടുക്കുമല്ലേ. ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ സംഭവിക്കുന്നത് വാഹനത്തിൻ്റെ ഉള്ളിൽ ഒരു വൈബ്രേഷൻ ഉണ്ടാകും. നമുക്കൊരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഗിയർ ഷിഫ്റ്റിംഗ് ആണ് ആവശ്യം. നമ്മൾ ഓരോ ഗിയർ ഇട്ടാലും ഒരു കാരണവശാലും നമ്മളുടെ വാഹനമോ കൂടുതൽ യാത്ര ചെയ്യുന്ന യാത്രക്കാരോ നമ്മൾ ഇടുന്ന ഗിയർ മനസ്സിലാകരുത്, അത്രയും സ്മൂത്ത് ആയിട്ടിടണം. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ഓരോ ഗിയർ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. ഞാനിത് ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആകുന്നു,
ക്ലച്ച് പിടിക്കുന്നു, സെക്കൻഡ് ഇടുന്നു, ഒരു 2-3 സെക്കൻഡിനുള്ളിൽ ഇതേ ഇങ്ങനെ ക്ലച്ചിൽ നിന്ന് കാലഴിച്ച് മാറ്റുക. അപ്പോൾ നമുക്ക് സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഗിയർ ഷിഫ്റ്റിംഗ് നിങ്ങൾക്ക് ക്ലച്ചിൽ ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. ഓക്കെ, ഇനി നിങ്ങൾ ക്ലച്ചിൽ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ഞാൻ പറയാം. അതായത് നമ്മളൊരു വാഹനം ഒരു നിരപ്പ് റോഡിൽ എടുക്കുന്ന സമയത്ത് ക്ലച്ച് യൂസ് ചെയ്യേണ്ട ഒരു ശരിയായിട്ടുള്ളൊരു മെത്തേഡുണ്ട്. പല ആൾക്കാർക്ക് അതറിയത്തില്ല. അത് നമുക്കൊരു സ്മൂത്ത് ആയിട്ടുള്ളൊരു വാഹനം എടുക്കാനായിട്ടാണ് ഈ ഒരു ട്രിക്ക് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. നിങ്ങൾക്ക് വാഹനം എടുക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ളവർ ചെറുതായിട്ട് ആക്സിലറേഷൻ കൊടുത്തെടുത്താൽ മതി. അല്ലാത്തവർ നിങ്ങൾ കുറച്ചൊക്കെ ഒന്ന് ഓടിച്ചു, അതിനുശേഷം നിങ്ങൾ വാഹനം എടുക്കുന്ന സമയത്ത് ഒരു നല്ല രീതിയിൽ വാഹനം എടുക്കാനായിട്ട് നിങ്ങൾ ക്ലച്ച് കൺട്രോൾ ചെയ്യേണ്ട ഒരു വിധം നിങ്ങളെ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. അതിനിതേ വണ്ടി ഞാനിവിടെ ലെഫ്റ്റ് സൈഡിലേക്ക് ഒന്ന് ഒതുക്കിയിട്ട് നിങ്ങളെ കാണിച്ചു തരാം. നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക. ഓക്കെ, ഇവിടെ ഞാനിപ്പോൾ വാഹനം ചവിട്ടി നിർത്തി, നിങ്ങൾ നോക്കുക. ഓക്കെ, എന്നിട്ട് ഫസ്റ്റ് ഗിയർ കൊടുത്ത് ഞാനിവിടെ വണ്ടി എടുക്കുകയാണ്. എടുക്കുന്ന സമയത്ത് ഞാൻ ഈ ബ്രേക്ക് പെഡലിൽ നിന്ന് കാലെടുത്തിട്ട് ആക്സിലറേറ്റർ പെഡലേ വെക്കുകയാണ്. കൊടുക്കുന്നില്ല, നിങ്ങൾ മനസ്സിലാക്കുക, ആക്സിലറേഷൻ കൊടുക്കുന്നില്ല. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഇവിടുന്ന് ക്ലച്ചിൽ നിന്ന് പതുക്കെ കാലയച്ചിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് ഞാൻ വന്നു. ഇതൊക്കെ വളരെ വേഗത്തിൽ വരേണ്ട കാര്യങ്ങളാണ്. ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റ് വന്നു. എന്നിട്ട് നമ്മളിവിടെ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് അയക്കുന്ന സെയിം ടൈമിൽ ചെറിയ രീതിയിലാണ് ആക്സിലറേഷൻ കൊടുക്കുന്നത്. അതായത് ആ ഒരു ടൈം ഹാഫ് ക്ലച്ച് വന്നിട്ട് വണ്ടി മൂവ് ആക്കുന്ന ടൈമിൽ ആ ഒരു ടൈമിലാണ് ഞാനിവിടെ ആക്സിലറേഷൻ കൊടുക്കുന്നത്. ലൈറ്റായിട്ട് ആക്സിലറേഷൻ കൊടുത്തിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് എടുക്കുമ്പോൾ ഒരുപാട് ആക്സിലേഷൻ ഒന്നും ഇല്ലാതെ എനിക്ക് സ്മൂത്തായിട്ട് ഫസ്റ്റ് ഗിയറിൽ വാഹനം എടുക്കാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ നമ്മൾ വണ്ടി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് സ്മൂത്തായിട്ട് എടുക്കാൻ കഴിയണം. അതിനെന്ത് ചെയ്യണം, വണ്ടി സ്റ്റാർട്ട് ചെയ്താൽ ഉടൻ തന്നെ നമ്മൾ ബ്രേക്കിൽ നിന്ന് കാലെടുക്കുന്നു, ആക്സിലറേഷൻ പെഡലേ വെക്കുന്നു, ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വണ്ടി വന്ന് റെഡി ആയിട്ട് നിൽക്കുന്ന ടൈമിൽ വേണം നമ്മൾ ലൈറ്റായിട്ട് ആക്സിലറേഷൻ കൊടുത്തിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് കാലയക്കാൻ. അങ്ങനെ അയച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഓരോ ഗിയർ ഷിഫ്റ്റ് ചെയ്യാൻ നമുക്ക് ഈസി ആയിട്ട് തന്നെ ഒരു വണ്ടി സ്മൂത്തായിട്ട് എടുക്കാൻ കഴിയും. ഓക്കെ, ഇപ്പം ഞാനൊരു ജംഗ്ഷനിൽ വാഹനമായിട്ട് നിൽക്കുകയാണ്. ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു, വാഹനം മുന്നോട്ട് എടുക്കുകയാണ്. നിങ്ങൾ നോക്കുക, വാഹനം മുന്നോട്ട് എടുക്കുന്നു. ഓക്കെ, ഇനി ഒരു ജംഗ്ഷനിലോ അതുപോലെ തന്നെ നിങ്ങൾ വാഹനം തീർത്തും സ്ലോ ചെയ്യേണ്ട അവസരങ്ങൾ വരുന്ന ടൈമിലും ഒരു ബിഗിനേഴ്സിന് വരുന്ന ഒരു മിസ്റ്റേക്കാണ്, പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് ഫ്രണ്ടിൽ ഒരു വണ്ടി വരുന്നു. ആ ഒരു ടൈമിൽ പല ആൾക്കാരും എന്ത് ചെയ്യും, ബ്രേക്കേ ജസ്റ്റ് വരും വണ്ടി സ്ലോ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ വണ്ടി നിർത്തേണ്ട ഒരു സാഹചര്യമാണ്. അവിടെ ക്ലച്ചേ വരാറില്ല. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, പെട്ടെന്ന് നമ്മൾ മുന്നിലൊരു വണ്ടി കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പാനിക്കാകാതെ വളരെ വേഗത്തിൽ തന്നെ തീരുമാനമെടുക്കാനായിട്ട് നമ്മൾ പഠിക്കണം. എങ്ങനെ തീരുമാനമെടുക്കണം, മുന്നിലൊരു വണ്ടി കണ്ടു കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ ക്വിക്കായിട്ട് ബ്രേക്കേലും വന്ന് ക്ലച്ചേലും വന്ന് നമ്മൾ വാഹനത്തെ പെട്ടെന്ന് നിർത്തുകയോ അല്ലെങ്കിൽ വാഹനത്തിൻ്റെ റണ്ണിങ് കുറയ്ക്കുകയോ ചെയ്യുക. കുറഞ്ഞാൽ ഉടൻ തന്നെ പെട്ടെന്ന് നമ്മളിത് ഫസ്റ്റ് ഗിയർ കൊടുത്തിട്ട് വാഹനത്തെ ആ മുന്നിൽ പോകുന്ന വാഹനം മൂവ് ആയാൽ ഇങ്ങനെ ക്ലച്ചേന്ന് അയച്ച് വളരെ വേഗത്തിൽ വാഹനത്തെ എടുക്കാനായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. കാരണം പല ആൾക്കാരും വാഹനം എടുക്കുന്ന സമയത്ത് പെട്ടെന്ന് മുന്നിൽ ഒരാളോ വണ്ടിയോ ഒക്കെ വന്നു കഴിഞ്ഞാൽ സഡൻ ബ്രേക്ക് ചെയ്ത് വാഹനത്തെ പെട്ടെന്നൊന്ന് സ്ലോ ചെയ്ത് അതോടൊപ്പം തന്നെ വളരെ വേഗത്തിൽ ഫസ്റ്റ് ഗിയർ കൊടുത്ത് വാഹനത്തെ എടുക്കാൻ പല ആൾക്കാർക്കും ധാരണയില്ല. അപ്പോൾ ഈ ഒരു കാര്യങ്ങളും കൂടെ നിങ്ങൾ ഡ്രൈവിങ്ങിൽ ഒന്ന് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് അത്യാവശ്യം ക്ലച്ചുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ടിപ്സുകൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. അതോടൊപ്പം തന്നെ ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരുടെ ഇടയിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് നൽകുക. വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.